അങ്ങനെ 4 ദിവസം കൊണ്ട് 829 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ട് പുഷ്പ 2 ലോകമെമ്പാടുള്ള എല്ലാ തിയേറ്റേഴ്സിലും നല്ല സക്സസ്ഫുള്ളി റണ്ണിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെറും 4 ദിവസം കൊണ്ടാണ് 800 കോടി കിടക്കുന്നത്. ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമയും ഇതുവരെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വന്നിട്ടില്ല. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിലാണ് അല്ലെങ്കിൽ നോർത്ത് സൈഡിലാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേ 1 ഒരു ഹൈ ഗ്രോസ് വരും, പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി താഴേക്ക് വരിക. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, കോമഡി എന്നല്ല ഇതിനെ പറയേണ്ടത്, ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 ഡേ 4 അതായത് ഇന്നലെ ഞായറാഴ്ച മാത്രം ഹിന്ദി ബെൽറ്റിൽ നിന്ന്, നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ നിന്ന് മാത്രം 86 കോടി രൂപയാണ് പടം കളക്ഷൻ വന്നിട്ടുള്ളത്. അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻ. അതായത് മൊത്തത്തിൽ തൂക്കിയടി എന്ന് പറയില്ലേ ബോക്സ് ഓഫീസ്, ആ ലെവലിലാണ് പുഷ്പ 2ന്റെ ഒരു തേരോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തം അങ്ങനെ 829 കോടി വന്നിരിക്കുകയാണ്. ഇനി 1000 കോടി എന്ന് പറയുന്ന ക്ലബിൽ കയറാനായിട്ട് വെറും 100 സംതിങ്, അതായത് 170-150 കോടിയും കൂടി ഉള്ളൂ. അത് ഇന്നോ നാളെ ആയിട്ട് ആ ഒരു മൈൽ സ്റ്റോൺ അവർ അച്ചീവ് ചെയ്യും. അത് സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു പുഷ്പ 2ന്റെ ആൾക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കയറും എന്നുള്ളത് അവര് മേ ബി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രമാത്രം കളക്ഷനാണ്. അതായത് തിയേറ്റേഴ്സിലും പുലർച്ചെയും രാത്രികളിലും ഒക്കെ കണ്ടിന്യൂസ് ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഞാൻ നോർത്ത് സൈഡിലുള്ള നമ്മുടെ പരിചയക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ പലരും പറയുന്ന കണ്ടു, അല്ലെങ്കിൽ പലരുടെ സംശയം കണ്ടു, ഈ ടിക്കറ്റ് റേറ്റ് കൂട്ടിയത് കൊണ്ടാണോ ഈ കളക്ഷൻ വരണേ എന്നുള്ളത്. ടിക്കറ്റ് റേറ്റ് കൂട്ടിയത് കൊണ്ടും ഈ കളക്ഷൻ കൂടിയതിൽ ഒരു വലിയൊരു പങ്കുണ്ട്. അതിൽ പുഷ്പ 2ന്റെ സക്സസ് മീറ്റിൽ അല്ലു അർജുൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവൻ കല്യാൺ നന്ദി പറഞ്ഞു ആന്ധ്രയിൽ ടിക്കറ്റ് റേറ്റ് കൂടാൻ സഹായിച്ചില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റ് റേറ്റ് വെറുതെ കൂട്ടിയോണ്ട് കളക്ഷൻ കൂടില്ല. ടിക്കറ്റ് റേറ്റ് കൂട്ടിയിട്ടും ഇത്ര റേറ്റ് കൂടുതലുള്ള ടിക്കറ്റ് ആയിട്ടും പടം കാണാൻ ആൾക്കാർ ക്യൂ ആണ്. നോർത്ത് സൈഡിലൊക്കെ പല തിയേറ്റേഴ്സിലും ബുക്ക് മൈ ഷോന്റെ ഫെസിലിറ്റി വരാത്ത തിയേറ്റേഴ്സ് വരുന്നുണ്ട്. അവിടെ ഒക്കെ ഫുൾ ക്യൂ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രമാത്രം റഷാണ്. അപ്പൊ ടിക്കറ്റ് റേറ്റ് എത്ര കൂടി കഴിഞ്ഞാലും ഈ പടം കാണണം, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്തിൽ, നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മിക്സഡ് റിവ്യൂസ് ഒക്കെ പതുക്കെ മാറി ഒരു പോസിറ്റീവ് റിവ്യൂസിന്റെ ലെവലിലേക്ക് ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളതിന്റെ ഒക്കെ പല ഗ്രൂപ്പ്സുകളിലും പലരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി കേരളം ഒരു കുറവാണ്. പക്ഷെ കേരളം കുറവെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ 10 കോടിക്ക് മേലെ ഗ്രോസ് വന്നിട്ടുണ്ട്. 10 കോടിക്ക് മേലെ ഗ്രോസ് ഒരു ഡബ്ഡ് പടത്തിന് വരാന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. എങ്കിൽ കൂടി മറ്റുള്ള സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു കുറവും കൂടിയാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ടിക്കറ്റ് റേറ്റ് കൂടിയോണ്ട് മാത്രം കളക്ഷനെ ഒരു ഫുൾ ക്രെഡിറ്റ് പറയാൻ പറ്റില്ല. അത് സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ട് ആൾക്കാർ റിപ്പീറ്റ് വാച്ച് കുറെ പേര് കാണുന്നുണ്ട് നോർത്ത് സൈഡിൽ. ഒരു പ്രാവശ്യം കണ്ട ഒരു 2ാം വട്ടം 3ാം വട്ടം ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് പോയിട്ടാണ് കാണുന്നത്. ഒരു തെലുങ്ക് മാസ് മസാല ആക്ഷൻ പടം ആണെങ്കിൽ കൂടിയിട്ട് ഫുൾ ഫാമിലി ഓഡിയൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലേഡീസ് കുറെ പേര് പോയി കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു അല്ലു അർജുൻ എന്താ പറയാ റാംപേജ് എന്ന് പറയില്ലേ, ആ ലെവലിലാണ് നോർത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു രാജമൗലി പടത്തിൽ അഭിനയിക്കാത്ത, അല്ലെങ്കിൽ ഒരു വലിയ പാൻ ഇന്ത്യൻ ആക്ടർ അല്ലാത്തൊരു നടൻ, പാൻ ഇന്ത്യൻ ഡയറക്ടർ അല്ലാത്തൊരു സംവിധായകൻ, പാൻ ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടർ അല്ലാത്തൊരു മ്യൂസിക് ഡയറക്ടർ, ഇവരൊക്കെ കൂടിയിട്ട് ഒരു മാജിക് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ശരിക്കും ബോളിവുഡിലെ നടന്മാരുടെ ഒക്കെ ഒരു വിറപ്പിക്കാന്ന് പറയില്ല, അവരുടെ കിളി പോയിട്ടുള്ളൂ. കാരണം ഈ റെക്കോർഡ് ഇനി ആരാണ് ഭേദിക്കുക? റെക്കോർഡുകളൊന്നും ഭേദിക്കാനുള്ളതാണ്. ഈ റെക്കോർഡും പഴങ്കതിയായി പോവും കാലക്രമേണ. പക്ഷെ അടുത്ത കാലത്തൊന്നും ഈ ഒരു റെക്കോർഡ് ഭേദിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റേ ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്ന വിജയം എന്നൊക്കെ പറയില്ലേ, ആ ലെവലൊരു സംഭവമായിട്ട് ഫീൽ ചെയ്ത്. അതിനിടയ്ക്ക് കൂലി വരുന്നുണ്ട്, 1000 കോടി നേടിയിട്ട് ഇതിനടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറും കോമഡിയാണ്. കൂലി നടക്കില്ല. തമിഴിൽ നിന്നൊന്നും അടുത്ത കാലത്ത് ഈ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് വരാനുള്ള അനൗൺസ്ഡ് പ്രൊജക്ടുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരെ ഒരു പടം പോലും ഈ ഒരു റെക്കോർഡ് അടിക്കില്ല. അത് ബോളിവുഡിൽ അടിക്കുമോ എന്നുള്ളത് വരെ ഭയങ്കര ഡൗട്ടാണ്. ഒരു മാജിക് ക്രിയേറ്റ് ആവുമെന്ന് പറയില്ല, ഒരു സംഭവമാണ് പുഷ്പ 2ന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് കൂടിയ സംഭവത്തെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ടിക്കറ്റ് റേറ്റ് കൂടിയത് സ്വാധീനിച്ചിട്ടെങ്കിൽ കൂടി വീണ്ടും ആൾക്കാർ പടം കാണാൻ വരികയാണ്. പിന്നെ കുറ്റം പറയുന്നവർക്ക് എന്തും കുറ്റം പറയാം. ഭോജ്പുരി പടം എന്ന് പറയുന്നുണ്ട്, കാശ് കൂടിയ ഭോജ്പുരി പടം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രകൃതി പടങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കാന്നല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വരുമോ? 1000 കോടി പോട്ടെ, ഒരു 500 കോടി, ഒരു 400 കോടി, ഒരു 300 കോടി, 240 വരെയാണ് മഞ്ഞുമൽ ബോയ്സ് വന്ന് നിൽക്കണം. അപ്പൊ നമ്മളതൊക്കെ ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ കളിയാക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് ഭോജ്പുരി പടം ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ,
പടത്തിന് ആള് കയറുന്നുണ്ട്, പെട്ടിയിൽ കാശ് വീണ്ടുണ്ട്, ആൾക്കാർ ഹാപ്പി ആവുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കണ്ടേ. നമ്മൾ വലിയ ആദർശവും മറ്റേ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. പടങ്ങൾ വരട്ടെ, ബോക്സ് ഓഫീസിനെ വിറപ്പിക്കട്ടെ, ആൾക്കാരറിയട്ടെ. അതല്ലേ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയണേ. ഇപ്പോൾ ഞാൻ നല്ല കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ക്വാളിറ്റി കണ്ടന്റാണ് 2024 തമിഴ് സിനിമയ്ക്ക്. കളക്ഷനൊക്കെ ഇന്ന് 3 നാളെ വരുന്നു. ഇന്ന് 3 നാളെ വന്നോട്ടെ, കളക്ഷൻ ഏറ്റവും ടോപ്പ് കളക്ഷൻ വന്ന് അവിടെ കൊടി സ്ഥാപിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു റെക്കോർഡ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ഈ പറയുന്ന തമിഴ് സിനിമക്കാരും കളക്ഷനെ ബേസ് ചെയ്തിട്ട് പല മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ജയിലർ 600 കോടി, ലിയോ 600 കോടി. അപ്പോൾ അതൊക്കെ കിട്ടാത്തതിൻ്റെ ഒരു അസൂയ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പുഷ്പ 2 വലിയ മാജിക് തന്നെയാണ്, അതിലൊന്നും ഒരു തറക്കൂല. പുഷ്പ 3യുടെ ബിസിനസ്സിന് എവിടെ പോയി നിൽക്കുന്നുള്ളത് കണ്ടന്റ് അറിയണം. എന്തായാലും പുഷ്പ 3 അടുത്ത് ചെയ്യാതിരിക്കണം നല്ലത്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേറെ 2 പടം ചെയ്തിട്ട് പുള്ളി ചെയ്യാതിരിക്കും നല്ലത്. കാരണം അമ്മാരി പുഷ്പ 3ക്കുള്ള ഇനീഷ്യൽ ബിസിനസ്സും എന്തും, അതായത് പ്രൊഡക്ഷൻ ഹൗസ് എന്താണോ പറഞ്ഞ ആ ലെവലിൽ ആരും സമ്മതിച്ചു കൊടുക്കും. OTT ആയിക്കോട്ടെ, പുഷ്പ 3ക്ക് ഇത്ര കോടി രൂപ വേണം, 500 കോടി, 500 കോടി വെച്ചു ആ ലെവലിലുള്ള സംസാരങ്ങൾ വരും. അല്ലു അർജുന്റെ സാലറി അത്രയും കൂടും. എന്തായാലും നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാതെ നല്ല കിടിലൻ ബോക്സ് ഓഫീസ് പറപ്പിക്കുന്ന സിനിമകൾ നമ്മുടെ ഭാഗത്തുനിന്നും കൂടി വരികയാണെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. തമിഴ്നാട്ടിൽ 40 കോടി കളക്ഷൻ കഴിഞ്ഞു, വേൾഡ് വൈഡ് ഗ്രോസ്. വേൾഡ് വൈഡ് അല്ല, തമിഴ്നാട് കളക്ഷൻ 40 കോടി കഴിഞ്ഞു. AGS എന്റർടൈൻമെന്റ് ആണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. KGF 2ഉം ബാഹുബലി 2 ആണ് 100 കോടി നേരിട്ടുള്ള സിനിമകൾ. ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പ 2 100 കോടിയിൽ കയറും. ഇതിൽ വേറെ കോമഡി എന്ന് വെച്ചാൽ ഇന്ന് വർക്കിംഗ് ഡേ തിങ്കളാഴ്ച. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിയപ്പോൾ 1 മണിക്കൂർ മുമ്പ് 56,000 ടിക്കറ്റ് സെയിൽ ആയിട്ടുള്ളത്. വീക്ക് ഡേ ആട്ടാ, വലിയൊരു ഡ്രോപ്പ് ഔട്ട് വരേണ്ട സമയമാണ്. എന്നിട്ട് 56,000 ടിക്കറ്റ് 1 മണിക്കൂർ മുമ്പ് വെച്ച് പോയിട്ടുണ്ട്. സോ ഇതൊരു മാജിക് തന്നെയാണ്. അപ്പോൾ എന്താണ് ഫൈനലി എവിടെ പോയി നിൽക്കുന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ് അല്ലേ. അപ്പം എന്തായാലും തെലുങ്കന്മാർ എല്ലാ ഇൻഡസ്ട്രീസിൽ നിന്ന് മറപ്പിച്ച് 4 പടം 1000 കോടി ക്ലബിൽ. എന്തായാലും വരും ദിവസങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം.